നമ്മുടെ ആദിലെ നൂറയും അനുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് പൊക്കോണ്ടിരുന്ന ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ലാലേട്ടനെ വരെ കരയിപ്പിച്ചൊരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ നമുക്ക് തോന്നിയ ഒരു ബന്ധം പെട്ടെന്ന് എല്ലാവരും കൂടെ കയറി വന്നപ്പോൾ പ്ലേറ്റ് തിരിച്ച രണ്ടെണ്ണത്തെ നമ്മൾ കണ്ടതാണ്. എല്ലാവരുടെയും വാക്ക് കേട്ടിട്ട് എല്ലാം തകിടം മറിച്ച് അനുവുമായിട്ട് ഒരു ബന്ധത്തിനും ഇല്ല, കൈയകലത്ത് നിർത്തുകയാണെന്ന് പറഞ്ഞു നിന്ന ആളാണ്. പക്ഷേ റെന ഫാത്തിമ വന്ന സമയത്ത് അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ടെന്നും അനുവാണ് അത്യാവശ്യം നല്ല രീതിയിൽ പുറത്ത് ഗെയിം മീൻസ് എല്ലാവരെയും ഒരു മനസ്സിലായിട്ടെടുത്ത് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന ഒരാൾ അനുവാണെന്ന് കേട്ടപ്പോൾ തൊട്ട് അതിലേക്ക് നൂറയ്ക്ക് ടെൻഷൻ തുടങ്ങിയാണ്. അതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ നൂറ രാവിലെ റെന ഫാത്തിമ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ടാസ്ക് വന്ന സമയത്ത് അനുവിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. നൂറ ഇങ്ങനെ പറയാതെ പറയുക, കഷ്ടപ്പെട്ട് പറയുക, അനു ഉണ്ടായിരുന്നു എനിക്ക്, നമ്മൾ പറഞ്ഞതൊക്കെ അവൾ കേൾക്കും, നമ്മളെ ആശ്വസിപ്പിക്കും എന്നുള്ള രീതിയിലൊന്നും സ്ട്രെസ്സൊന്നും കൊടുക്കാതെ ഇവരാരും വന്നില്ലെങ്കിൽ ഇവരെങ്ങനെയല്ല സംസാരിക്കുന്നത്, വന്നിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടായ മാറ്റമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വേഗമായിട്ട് നൂറ് വിടുകയാണ്. അതിൽ വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്ത് എന്നിട്ട് മാറ്റുവാണെങ്കിൽ അനു എന്നോട് മിണ്ടുവാണെങ്കിൽ ഞാൻ മിണ്ടും, പക്ഷെ ഞാനായിട്ട് മാറ്റണമെന്നൊന്നും പറയത്തില്ല. മാറ്റിയാൽ നിനക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ അനുവിനെ പറയുന്നുണ്ട്. അനുവൊക്കെ ഇവരുടെ അടുത്ത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടാണ്? ഇന്നലെ ആണെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ അനുവിനെ ഇട്ട് കൊടുത്തത് ആദിലെയാണ്. എല്ലാവരുടെ മുൻപിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ചെയ്തത്? നൂറയോട് പോലും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നൂറ കിടന്ന് ഉറങ്ങിയ സമയത്ത് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അനുവിൻ്റെ അടുത്താണ്, എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളത് അനുവിൻ്റെ അടുത്താണ്. അപ്പോഴൊക്കെ പോട്ട് മോളെ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ ആശ്വസിപ്പിക്കാൻ അനു ഉണ്ടായിരുന്നു. ആ അനുവിനെയാണ് ഇന്നലെ എല്ലാവരുടെയും മുൻപിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഇവളാ ചെയ്തതെന്ന് പറഞ്ഞ് അനുവിൻ്റെ തലയിലോട്ട് എടുത്തിട്ട് കൊടുത്തത്. അതിൻ്റെ ശൈത്യയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ നടന്നിട്ടും ഒരു തെറ്റും ചെയ്യാനിട്ട് അനുവിൻ്റെ പുറകെ നടന്നത്. നമ്മളെയൊക്കെ അനു പട്ടി പോലെ ട്രീറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് നമ്മൾ പുറകെ നടന്ന് അനുവിൻ്റെ അവിടുന്ന് മിണ്ടാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഈ അനുവിനോട് മിണ്ടുന്ന? ശൈത്യയ്ക്ക് വന്നാൽ മാനക്കേട് മാറ്റാൻ വേണ്ടി. അനു കട്ടപ്പയല്ലെന്ന് പറയണം എന്ന് വെച്ച് അനു പറഞ്ഞതെന്ന് വെച്ച് ഇവൾ കട്ടപ്പയല്ലാണ്ടാവുമോ? ഒരിക്കലും ആവത്തില്ല. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അനു ശൈത്യയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്ത ശൈത്യയ്ക്ക് വേണ്ടി എല്ലാവരും വന്നിട്ട് കൈ അടിക്കുന്നു. അതിലങ്ങ് ശൈത്യനെ പൊക്കി അങ്ങ് ആകാശം മുട്ടി എത്തിക്കുന്നുണ്ട്. എന്തിനാണോ? പുറത്തിറങ്ങുമ്പോൾ അവളുടെ സ്വഭാവം കാണുമ്പോൾ എല്ലാം മാറിക്കോളും.